ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രശാന്ത്. എല്ലാവർക്കും മിസ്റ്റർ KRP ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട് ബാസെറ്റ്സ് 200 ഇയർഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. കോൾഡ് ആയതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ദയവായി ക്ഷമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഈ പാക്കേജിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ നമുക്ക് ബാസെറ്റ്സ് 200 എന്നെഴുതിയിരിക്കുന്നതായി കാണാം. ബോക്സിൻ്റെ രണ്ട് സൈഡിലായി ബോട്ടിൻ്റെ ടാഗ് ലൈനോട് കൂടിയ ഒരു ബ്രാൻഡിങ് കാണാവുന്നതാണ്. ഇവിടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇയർഫോൺ സൂപ്പർ എക്സ്ട്രാ ബാസ് ആണ്. 1 ബട്ടൺ മൈക്രോഫോണാണ് ഇവിടെ ഉള്ളത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ടാങ്കിൾ ഫ്രീ കേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ കോൾ അറ്റൻഡ് ചെയ്യാനും എൻഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റിയും ഇതിലുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഇന്നിയർ ഹെഡ്ഫോണും എക്സ്ട്രാ ഇയർബഡ്സുമാണ് ഈ പാക്കേജിലുള്ളത്. താഴ്ഭാഗത്തായി കമ്പനി ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. 1 ഇയർ വാറണ്ടിയോട് കൂടി വരുന്ന ഈ പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ ചൈനയാണ്. മുംബൈ ബേസ്ഡ് ആയ ഇമാജിൻ എന്ന കമ്പനിയാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. വൺ ഇയർ വാറണ്ടിയോട് കൂടി വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി കാർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബോക്സിൽ അടുത്തായി വരുന്ന ബ്ലാക്ക് കളറിലുള്ള ഇന്നിയർ ഇയർഫോണായ ബോട്ട് ബാസെറ്റ്സ് 200. ഇയർഫോണിനൊപ്പം കിട്ടുന്ന ആക്സറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇയർഫോൺ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലിപ്പും 2 വിങ് ടിപ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്മോൾ സൈസിലും ലാർജ് സൈസിലുമുള്ള എക്സ്ട്രാ ഇയർബഡ്സ് ആണ് അടുത്ത ഇതിലുള്ളത്. മീഡിയം സൈസ് ഇയർബഡ് ഓൾറെഡി ഇയർഫോണുമായി അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബ്ലാക്ക് കളർ ഇയർബഡ് സോഫ്റ്റ് ആയതും ട്രാൻസ്പെറൻറ്റ് ഇയർബഡ് ഹാർഡായതുമാണ്. ഇനി നമുക്ക് ഇയർഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇയർബഡ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആംഗുലർ ഇയർബഡ്സ് അല്ല. ഇയർഫോണിൻ്റെ ഹൗസിംഗ് മുഴുവനായും മെറ്റാലിക് ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഹൗസിംഗ് ഉള്ള ഇയർഫോൺസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലായി അനുഭവപ്പെടാം. പോളിഷ്ഡ് മെറ്റലിൻ്റെ എക്സ്റ്റീരിയർ ടെക്സ്ചറും വളരെയധികം നന്നായിട്ടുണ്ട്. താഴെയായി ഒരു പിന്നോൾ സ്പീക്കർ കാണാം. നോയ്സ് ക്യാൻസലേഷനും ബാസ് കോമ്പൻസേഷനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇയർഫോൺ ഹൗസിങ്ങും വയറും തമ്മിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് അധികം ഡ്യൂറബിൾ അല്ലാത്ത നെയിലോൺ ഗ്രില്ലാണ്. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. റബ്ബർ ഇയർബഡ്സ് പുറത്തെടുത്താൽ അത് തിരിച്ചിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബോട്ടിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയ മൾട്ടി ഫങ്ഷണലായ ഒരു സിംഗിൾ ബട്ടണാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പുറകിലായാണ് മൈക്രോഫോൺ കൊടുത്തിട്ടുള്ളത്. 2 വയറും കണക്ട് ചെയ്തുകൊണ്ട് താഴെ ഒരു മെറ്റാലിക് ഹൗസിംഗ് കൂടിയുണ്ട്. ഇവിടെ കമ്പനി നെയിമും പ്ലഗ് ഇൻ ടു നിർവാന എന്ന ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജാക്കിനെ കുറിച്ച് നോക്കാം. 3.5 mm ഗോൾഡ് പ്ലേറ്റഡ് ആയ എൽ ഷേപ്പിലുള്ള ഒരു ജാക്കാണ് ഇതിൽ വരുന്നത്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ നെയിമായ ബാസെറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നതും കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അറിയാനായി കുറച്ച് സോങ്സ് പ്ലേ ചെയ്ത് നോക്കാം. ഇയർഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇയർഫോൺ വളരെ ലൗഡാണ്. നല്ല രീതിയിലുള്ള ബാസ് ഔട്ട്പുട്ടുമുണ്ട്. ട്രെബിളും നന്നായി കേൾക്കാൻ സാധിക്കും. പക്ഷേ ക്ലാരിറ്റിയും മിഡ്സും അത്ര ക്ലിയർ അല്ല. ഓവറോളായി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇയർഫോൺസിൽ ഒന്ന് തന്നെയാണ് ബോട്ട് ബാസെറ്റ്സ് 200.
ഇയർഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.